കാരണം അവരുടെ ഗസ്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മാക്സിമം സൗകര്യം ചെയ്തു തരിക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം അതിന് ശേഷം ഈ വിസ കിട്ടിയതിന് ശേഷം നമ്മൾ പോരുമ്പോൾ അവർ സുപ്രഭാതം മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദി അറിയിച്ചു. കാരണം നമ്മളൊരു ഇത്ര എഫോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഒരാളെ അവരുടെ രാജ്യത്തേക്ക് വിടുകയാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുഖേന ഇങ്ങോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവർക്ക്. അമേരിക്കയിൽ പല വേദികളിലായിട്ടാണ്, കുറച്ച് ദൂരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുക പിന്നെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കൂടുതൽ ആരാധകരുള്ള അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ കവർ ചെയ്യേണ്ട രീതിയിലൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളുടെ കൂടെ സ്റ്റേ ട്യൂൺഡ്, ശ്രദ്ധ തെറ്റാതെ നമ്മുടെ കൂടെ തന്നെ നമ്മളുടെ സുപ്രഭാതം പത്രത്തിൽ വിശകലനങ്ങളുണ്ടാവും, വിഷ്വലും നമുക്ക് എന്താവും, വേൾഡ് കപ്പിൻ്റെ വാർത്തകൾ, അതിൻ്റെ ആവേശം ചോരാതെ. സുപ്രഭാതത്തിൻ്റെ കാഴ്ചകളും സുപ്രഭാതത്തിൻ്റെ വാർത്തകളും ഒക്കെ ഏതാ ഈ രണ്ട് കണ്ണുകൊണ്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുപ്രഭാതത്തിൻ്റെ പ്രേക്ഷകരെയും, ലോകകപ്പിൻ്റെ ആവേശം നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളികളും ഫുട്ബോളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഖത്തർ ലോകകപ്പ് ഇവിടെ നടന്നപ്പോൾ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും കാണികളായിട്ടും ഒക്കെ ഒരുപാട് മലയാളികൾക്ക് പങ്കെടുക്കാൻ പറ്റി. പക്ഷേ ഇത്തവണത്തെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആവേശമൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകരുടെ പങ്കും വളരെ വലുതാണ്. ഈ കേരളത്തിൽ ഇത്തവണ അമേരിക്കയിൽ നടക്കുന്ന ഈ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വിരലിൽ എണ്ണാവുന്ന 10ൽ താഴെ മാത്രം മാധ്യമപ്രവർത്തകരാണ്. അതിലൊരാൾ സുപ്രഭാതത്തിന്റെ സ്പോർട്സ് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്. ഞാൻ ഈ ബോൾ കൈമാറുന്ന സമയത്ത് ആരാണ് ആ ആൾ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതേ ആളെ കാണാം. അരുൺ എന്തുണ്ട്? സുഖമായിട്ടിരിക്കും. വലിയൊരു ആവേശത്തിലാണ്. ഇനിയിപ്പോ കളി അങ്ങ് പണ്ട് നമ്മള് പറയും കളി അങ്ങ് ദുബായിൽ എന്ന് പറയുന്നത്, കളി അങ്ങ് അമേരിക്കയിലാണ്. അപ്പം വലിയൊരു ഭാഗ്യാണ്. കാരണം നമ്മള് മലയാളികൾ നമ്മള് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന്റെ അപ്പുറത്തേക്ക് മലയാളികളെ കാഴ്ച കാണിക്കാൻ പോകുന്നു എന്ന് പറയാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ ആവേശങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊരു കൃത്യമായ ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അവിടുത്തെ കളിയുടെ ആവേശവും പിന്നെ അവിടെ ഉണ്ടാകുന്ന ഫാൻ ആരവൊക്കെ നമുക്ക് നമ്മുടെ നാട്ടുകാരെ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് സുപ്രഭാതത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സുപ്രഭാതത്തിന്റെ വിഷ്വലിലും വീഡിയോയിലും പത്രത്തിലൂടെ ഒക്കെ അതിന്റെ അവിടുത്തെ അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ എന്താണ് നടക്കുന്ന കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഈ സാധാരണ നമ്മൾ പറയാറുണ്ട് മെസ്സിക്ക് ഏറ്റവും ഇഷ്ടം അയല പൊരിച്ചതും ഇതെന്ന് വെച്ചാൽ ഒരു മലയാളി അവിടെ ചെല്ലുമ്പോൾ മലയാളിയുടെ ഒരു ടേസ്റ്റ് നമ്മൾ അതിലേക്ക് കുത്തിക്കയറാം. നമ്മൾ ഈ ഫുട്ബോൾ കാഴ്ച എന്നപ്പോഴത്തേക്ക് അതിന്റെ അനുബന്ധ കാഴ്ചകൾ ഒരുപാട് ഉണ്ടാകും. ഞാൻ ആദ്യം ഹാറൂനെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. ഹാറൂൻ, നമുക്ക് എല്ലാവർക്കും ഹാറൂൺ റഷീദ് എന്ന ടാഗ്ലൈനിലാണ് ഹാറൂന്റെ ലേഖനങ്ങളൊക്കെ, സ്പോർട്സ് ലേഖനങ്ങളൊക്കെ സുപ്രഭാതം പത്രത്തിൽ വരാറുള്ളത്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ഹാറൂൺ പങ്കെടുത്തു. ഇന്ത്യയിൽ നടക്കുന്ന നിരവധിയായ ഗെയിംസുകൾ, അതോടൊപ്പം തന്നെ മറ്റ് പല ഇവന്റുകളിലും ഹാറൂന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഹാറൂന് നമുക്കിപ്പം അമേരിക്കയിൽ ഒരു ലോകകപ്പ്, ഞാൻ പറഞ്ഞു ഖത്തർ ലോകകപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. ഫിഫയുടെ ചില മാനദണ്ഡങ്ങൾ മാറ്റി നിർത്തിയാൽ വിസ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പക്ഷെ അമേരിക്ക വേൾഡ് നമ്പർ 1 കൺട്രി ആൻഡ് ഇവരുടെ നിയമങ്ങളും ചട്ടങ്ങളും അതിരൂക്ഷമാണെന്ന് പറയാം. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ പോകാനുള്ള? എന്തൊക്കെ നമ്മൾ മലയാളികൾ അറിയേണ്ട ഒരു കാര്യം, ഒരു സ്പോർട്സ് റിപ്പോർട്ടർക്ക് അവിടെ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്? ശരിക്ക് ഒരു ഫിഫ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യലൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. കാരണം ഏറ്റവും പ്രാഥമികമായിട്ട് നമുക്ക് ഫിഫന്റെ അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളതാണ്. അത് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെ ഈ അക്രഡിറ്റേഷൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ തരിക. നമ്മളങ്ങനെ അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ കോഡ് തരും. ഈ കോഡ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഫിഫന്റെ വിൻഡോയിൽ കയറി നമ്മൾ അപ്രൂവ് ചെയ്യണം. അങ്ങനെ വീണ്ടും നമ്മളെ ഫിഫ സ്ക്രൂട്ടിനി ചെയ്തിട്ട് നമ്മൾ ഇതിന് യോഗ്യനാണോ അല്ലേന്ന് അപ്രൂവ് ആക്കും. മീൻസ് ഏകദേശം ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നമുക്ക് ആ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 90% നമ്മൾ ഓക്കെ ആണ്. പിന്നെ ബാക്കി ഫിഫയുടെ കയ്യിലാണ്. ഒരു 10% ഓക്കെ നമുക്ക് കിട്ടുന്നതിൽ ഉറപ്പുണ്ട്. അപ്പോൾ ഒരു 90% ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ കയ്യിലാണ് ഇതിന്റെ കാര്യങ്ങൾ. അവർ നമുക്ക് ഈ അക്രഡിറ്റേഷന്റെ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല, അമേരിക്കയിലാണ് നടക്കുന്നത്. അപ്പൊ ഒരു വിസ പ്രൊസീജിയർ ഭയങ്കര നമ്മുടെ എന്താ പറയാ ആധാരം വരെ അവർ തപ്പിയെടുക്കുന്ന ഒരു ചൊല്ലുണ്ട്. ഒരു നോർമൽ ആൾക്കാർ അമേരിക്കൻ വിസക്ക് അപ്ലൈ ചെയ്താൽ 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ അതിന്റെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് കിട്ടുള്ളൂ. ശരിക്കും നമുക്ക് ഫിഫയുടെ അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഒരു മാസത്തിന്റെ ഉള്ളിലൊക്കെ ഈ പ്രൊസീജിയർ നടത്താൻ കഴിഞ്ഞു. D160 ഫോം ഫില്ല് ചെയ്തു.
പിന്നെ നമ്മൾ അതിന്റെ ഫീ അടച്ചു. പിന്നെ നമുക്ക് ശരിക്കും വേൾഡ് കപ്പിൽ പോകാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കോൺസുലേറ്റിന്റെ ഉദ്യോഗസ്ഥരെ നമ്മളോട് ഒരുപാട് ഫേവർ ആയിട്ടുള്ള തീരുമാനം. മീൻസ് അവർ ഭയങ്കര സപ്പോർട്ട്. നമ്മളെ രാജ്യത്തൊരു പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് അത് കാണണം, അത് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ വിസക്ക് പോയ സമയത്ത് അവിടുന്ന് കോൺസുലേറ്റിന്റെ ആളുകൾ നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ വേൾഡ് കപ്പ് മാത്രമല്ല റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഹൂസ്റ്റണിൽ പോയ നാസയുടെ ആസ്ഥാനമുണ്ട്. അങ്ങനെ പല സ്ഥലത്തും നിങ്ങൾ എന്നുവെച്ചാല് നമ്മള് അവരുടെ ഒരു അതിഥിയായിട്ട് അവിടെ എത്തുമ്പോൾ അവരുടെ രാജ്യത്തെ മാക്സിമം PR ചെയ്യുന്നുണ്ട്, പച്ചമലയാളം പറഞ്ഞാൽ. അങ്ങനെ അവര് പറഞ്ഞത് കുറെ സ്ഥലങ്ങൾ നമ്മൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു, ആ സ്ഥലത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യണം, അത് പുറം ലോകം കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ എല്ലാ വൈബ് എന്താണ്, അവിടെയുള്ള സംഭവങ്ങൾ എന്താണ്, നിങ്ങൾ ആളുകൾക്ക് എഴുതി അറിയിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവര് അമേരിക്ക സ്വാഭാവികമായിട്ട് നമ്മളൊരു മുസ്ലിം മാനേജ്മെന്റ് പത്രമാണ്. അപ്പോൾ നമുക്ക് അവർ കുറെ പുസ്തകങ്ങളൊക്കെ തന്നു. അതില് അമേരിക്കയിലെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ആരാണ് അവിടെ വന്ന ഫസ്റ്റ് മുസ്ലിംസ്, ആരൊക്കെയാണ് വന്നത്, അങ്ങനെ അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ ഹിസ്റ്ററി വെച്ചിട്ട് പുസ്തകം. പിന്നെ അവിടെ നമുക്ക് അമേരിക്കയിൽ എന്തെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ പുസ്തകങ്ങളെ കുറിപ്പുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ അവിടുന്ന് കോൺസുലേറ്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ ബന്ധപ്പെട്ടിരുന്നു, എന്നാണ് ഹാറുവിനെ പോകുന്നത്, ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചൊവ്വാഴ്ച ടിക്കറ്റ് എടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞത് നമുക്ക് ഒരു യാത്ര അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്, സ്റ്റേഡിയങ്ങൾ നിങ്ങൾ എന്തായാലും പോകാൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ നിങ്ങൾ പോകേണ്ട നിർബന്ധമായി വിസിറ്റ് ചെയ്യേണ്ട ആളുകളെ കാണിക്കേണ്ട കുറേ സ്ഥലമുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ ഫിഫയുടെ അക്രഡിറ്റേഷൻ കിട്ടുകയും സെയിം അമേരിക്കൻ വിസ കിട്ടുകയും ചെയ്താൽ ഏതൊരാൾക്കും മാധ്യമപ്രവർത്തകനല്ലാത്ത ആളുകൾക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ നമ്മൾ പറയുമ്പോൾ ഇതൊരു ചെറിയ ഒരു പരിശ്രമമായിരിക്കില്ല, വർഷങ്ങൾ നീണ്ട പരിശ്രമം ഇതിനകത്ത് പിറകിൽ ആറുവിന് എടുത്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമ്മള് ഒരു വർഷത്തിന്റെ ഉള്ളിലുള്ള പ്രൊസീജിയറാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഫിഫ ആപ്ലിക്കേഷൻ വിളിക്കുന്നു, നമ്മൾ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നു, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നമ്മൾ സ്കൂട്ടനി ചെയ്യുന്നു, അവർ നമുക്ക് റീപ്ലൈ തരുന്നു, നമ്മൾ വീണ്ടും ഫിഫനെ ബന്ധപ്പെടുന്നു. അങ്ങനെ ഒരു പ്രൊസീജിയറാണ്. എന്തായാലും ഒരു വർഷം 6 മാസം 7 മാസത്തിന്റെ ഉള്ളിലുള്ള പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിന്റെ ശേഷമാണ് നമുക്ക് അവിടെ പോകാനുള്ള വിസയും പിന്നെ ഫിഫന്റെ അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടിയത്. ഇപ്പൊ നമ്മളവിടെ പോകുന്ന സമയത്ത് അമേരിക്കയിലേക്ക് പോകാന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ വിസ ചട്ടങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു സാധാരണക്കാരൻ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രൊസീജിയറുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു സാധാരണക്കാർക്ക് വേണ്ടി ഒരു പച്ചമലയാളത്തിൽ ചോദിച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ അതിന്റെ പേരിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ താമസം, യാത്ര, അതൊക്കെ എങ്ങനെയായിരിക്കും? തോന്നുന്നു നമ്മൾ ഖത്തറിൽ പോയ പോലെ അത്ര ഈസി ആവൂല. കുറച്ച് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ, മീൻസ് കുറച്ചും കൂടെ പൈസ ചെലവാക്കേണ്ടി വരും. ശരിക്കും ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തായാലും വൺ സൈഡ് 1 ലക്ഷത്തിന് മുകളിലാണ് ഫ്ലൈറ്റ് ചാർജ്. അപ്പോൾ ഒരു 2.5 ലക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ചാർജ്. ഒരു മത്സരം കണ്ടു വരണമെങ്കിൽ നമുക്ക് അവിടെ താമസിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് അവിടെ നമ്മൾ പറഞ്ഞില്ലേ, തമാശ വരുമ്പോൾ പറയാറുണ്ട്, പട്ടിണി കിടക്കണമെങ്കിൽ പോലും പൈസ വേണമെന്നാണ്. കാരണം നമ്മളിപ്പോൾ നിലവിലെ നമ്മുടെ കറൻസിയും ഡോളറും തമ്മിൽ 97 ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ നമുക്ക് അവിടെ പട്ടിണി കിടക്കണമെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞൊരു $60 മുതൽ $70 വരെ നമുക്ക് ഒരു ദിവസം ചെലവാക്കേണ്ടി വരും. അപ്പൊ അവിടുത്തെ യാത്രകള് നമ്മള് ഖത്തറിനെ പോലെ ഈ ഡോളർ മൂല്യമൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. കാരണം ഡോളറിനല്ല, നമ്മൾ ഇതിന്റെ പിറകിൽ നടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏതൊക്കെ സിറ്റിയിൽ പോകാൻ കഴിയും. കാരണം അമേരിക്ക വലിയ രാജ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു മാച്ച് നടക്കുന്നു, സെയിം ടൈം ഡൽഹിയിൽ ഒരു മാച്ച്, കൊൽക്കത്തയിൽ ഒരു മാച്ച്. അതുപോലെ നമുക്ക് ഫ്ലൈ ചെയ്ത് പോകേണ്ട അത്ര ദൂരമുണ്ട്. നമ്മൾ ഖത്തറിലാകുമ്പോൾ ജസ്റ്റ് ബസ് പിടിച്ച് പോയാൽ 10 മിനിറ്റ് 20 മിനിറ്റ് മെട്രോ കയറി പോവാം. പിന്നെ നമുക്ക് അവിടെ താമസത്തിന്റെ കാര്യം നമ്മൾ എങ്ങനെ ഇത് ഓവർകം ചെയ്യാൻ പറ്റും, നമ്മൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഞാൻ ഇങ്ങനെ കേട്ടു, ഈ ചെന്നൈയിലെ കോൺസുലേറ്റിൽ, അമേരിക്കൻ കോൺസുലേറ്റിൽ പോയ സമയത്ത് നമ്മുടെ വാച്ച്, റിങ് എല്ലാം അയച്ച് വെപ്പിച്ച് അവിടേക്ക് കയറ്റി ചെല്ലും. പിന്നെ അങ്ങനെ അതെന്താ സംഭവം? എന്താ ശരിക്കും അതങ്ങനെ കോൺസുലേറ്റ്, അമേരിക്കൻ കോൺസുലേറ്റ് പറഞ്ഞ ഹെവി സെക്യൂരിറ്റി ഏരിയ ആണ്. ആദ്യം ആറുവിന് ഫിഫക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നു, അപ്ലൈ ചെയ്യും. അതെങ്ങനെ അപ്ലൈ ചെയ്യാം? സൈറ്റിലാണോ? അതെ അതെ സൈറ്റിൽ ഫിഫന്റെ മീഡിയ അക്രഡിറ്റേഷൻ വിൻഡോ ഉണ്ട്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാ പോവുക. ഓക്കെ. അങ്ങനെ അവര് നമ്മളെ നോക്കും, ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ എങ്ങനെയാണുള്ളത്, എങ്ങനെയാണ് ഈ പത്രത്തിന്റെ പ്രവർത്തന രീതി, എങ്ങനെയാണ് ഇവര് ഒരു ഫിഫ ഇവന്റ് റിപ്പോർട്ട് ചെയ്യാൻ കാപ്പബിൾ ആണോ, കപ്പാസിറ്റി ഉള്ള ടീമാണോ എന്നൊക്കെ, അത്ര കപ്പാസിറ്റി ഉള്ള പത്രമാണോ എന്നൊക്കെ നോക്കും. അങ്ങനെ നോക്കിയതിന് ശേഷമാണ് അവർ നമുക്ക് കോഡ് തരും. പിന്നെ നമ്മളുടെ പത്രത്തിന്റെ ഒരു ലെറ്റർ വേണം, മീൻസ് ആറുവിനാണ് ഫിഫ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനുള്ള ലെറ്ററൊക്കെ വേണം. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അപേക്ഷ കൊടുക്കുന്നു, അവർ നമ്മളെ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു, നമുക്കൊരു കോഡാ തരിക. ഈ കോഡ് വെച്ചിട്ട് വേണം വീണ്ടും ഫിഫയുടെ മീഡിയ ഹബ്ബ് പറഞ്ഞ സംഭവത്തിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ. അവിടെ ചെന്നിട്ട് പിന്നെ വീണ്ടും നമ്മളൊന്നും കൂടെ ഫിഫനെ നമ്മൾ അപേക്ഷിക്കണം. അതിനുശേഷം അവർ നമ്മളുടെ സ്റ്റാറ്റസ് അപ്രൂവ് ആയി നമുക്ക് മെയിൽ വരും.
കാരണം നമ്മളുടെ സംസാരങ്ങളൊക്കെ ത്രൂ മെയിൽ വഴിയാണ് നടക്കുന്നത്. അതിന്റെ ശേഷം ഈ അക്രഡിറ്റേഷൻ കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ പിന്നെ വിസന്റെ പ്രൊസീജിയറിലേക്ക് കടന്നിട്ടുള്ളൂ. വിസന്റെ പ്രൊസീജിയർ മീൻസ് നമുക്ക് ശരിക്കും 3 ഘട്ടമുള്ളത്. ഫസ്റ്റ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ മീൻസ് ഓൺലൈനിൽ നമ്മളൊരു 100ൽ മുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൽ നമ്മൾ A മുതൽ Z വരെയുള്ള നമ്മളെ വിവരങ്ങൾ, നമ്മളെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാം ID, നമ്മൾ ജനിച്ച സ്ഥലം, നമ്മളുടെ ഒരു 10 വർഷം മുമ്പ് നമ്മൾ ആദ്യം ജോലി ചെയ്ത സ്ഥലം, അങ്ങനെ അതിന്റെ പാസ്വേഡ്, നമ്മളുടെ ഉമ്മന്റെ പേരെന്താ, അങ്ങനെ ഹെവി കോംപ്ലിക്കേറ്റഡ് ആയ. കാരണം നമ്മൾ ഒരിക്കലും അമേരിക്കയെ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്ന ആളല്ല എന്ന് ജെന്യൂനായി തെളിയിക്കേണ്ട സംഭവമാണ്. അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. ഈ കോഡ് വെച്ച് വീണ്ടും നമ്മൾ ഒരു ലിങ്കിൽ കയറിയിട്ട് നമ്മൾ ഈ വിസന്റെ ഫീ അടക്കണം. ഈ വിസന്റെ ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിന്റെ സ്ലോട്ട് കിട്ടും. ഈ ഡയറക്റ്റ് ഇന്റർവ്യൂവിനെ നമ്മൾ കോൺസുലേറ്റിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഡയറക്റ്റ് ഇന്റർവ്യൂവിന്റെ സമയത്ത് കോൺസുലേറ്റ് പോയപ്പോൾ അവർ നമുക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. അവർ പറഞ്ഞത് അതാണ് ഈ ചെന്നൈ. ചെന്നൈ. ആ മെയിലിൽ പറയുന്നത് നാളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നെ കോൺസുലേറ്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ വാച്ച്, അങ്ങനത്തെ മൊബൈൽ ഫോണ്, പിന്നെ മെറ്റ കണ്ണട, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെട്ട ഒരു സംഭവങ്ങൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. അതൊക്കെ പുറത്ത് വെച്ചിട്ട് കയറാനാണ്. അപ്പൊ ഞാനവിടെ ചെന്ന സമയത്ത് എന്റെ കയ്യിൽ ഫോണും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താ ചെയ്യുക, അത് ഓൺ റിസ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാറുണ്ട്. അവര് സൗകര്യം തരില്ല. സൗകര്യമില്ല. അത് നമുക്ക് നേരത്തെ അറിയിച്ചിട്ടുണ്ടല്ലോ, അത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് മൊബൈലില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ കൂടെ ആളുണ്ടായത് ഞാൻ അവരുടെ സാധനങ്ങളെല്ലാം കൊടുത്ത്. പിന്നെ നമുക്ക് തന്ന അപ്ലിക്കേഷനിൽ പ്രിയോറിറ്റി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മീൻസ് പ്രിയോറിറ്റി അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ വിസയേക്കാൾ ഒന്നും കൂടെ പ്രിയോറിറ്റി ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആ ലെറ്റർ കാണിച്ചു കൊടുത്ത്, അപ്പം നമുക്ക് വേണ്ട സ്പെഷ്യൽ ലൈൻസ് കാണിച്ചു തന്നാൽ അതിൽ പോയി നിന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രൊസീജിയർ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തീർന്നു. കാരണം നമുക്ക് ഫിഫയുടെ ഗസ്റ്റ് ആണെന്നുള്ള പ്രിയോറിറ്റി ഉള്ളത് കൊണ്ട് മാത്രം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർന്നു. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നമ്മൾ ലാസ്റ്റ് എത്തിയത്. പുള്ളി ചോദിച്ചു, സുപ്രഭാതത്തിന്റെ പ്രവർത്തന മേഖല എന്താണ് കാര്യങ്ങൾ, എന്താണ് നിങ്ങൾ പോകുന്നത്, നമ്മളെ മാനേജ്മെന്റിനെ കുറിച്ച്, നമ്മളെ പത്രത്തിന്റെ പ്രവർത്തന രീതിയെ കുറിച്ചൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു അവർക്ക്. നമ്മൾ ഏത് സിറ്റിയിൽ നിന്ന് ഏത് സിറ്റിയിലേക്ക് പോകുന്നു, അങ്ങനെ എന്താണ് അമേരിക്കയിൽ ചെന്നിട്ട് നമ്മൾ കാണിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് പുള്ളിനെ ധരിപ്പിച്ചു. അപ്പോൾ ഓക്കെ, പുള്ളി നമ്മളുടെ ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ വിസ കിട്ടുന്നതാണ്. ഓക്കെ പറഞ്ഞ് നമ്മളവിടെ തിരിച്ചു വന്നു. രാവിലെ ഒരു 8 മണിയായപ്പോൾ വീണ്ടും കോൺസുലേറ്റ് കോൾ വന്നു, നിങ്ങളുടെ വിസ റെഡിയാണ്. എത്ര വർഷത്തേക്കായിരിക്കും വിസ? നമുക്ക് തന്നുള്ള 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്ക് അമേരിക്കയില്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറഞ്ഞത് നിങ്ങൾ നമ്മുടെ രാജ്യത്ത് പോകണം. ഇനി ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ല, ഒളിമ്പിക്സ് നമ്മുടെ നാട്ടിലെ ലോസ് ആഞ്ചലസിൽ വരുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകണം. കാരണം അവരുടെ ഗസ്റ്റ് ആയിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മാക്സിമം സൗകര്യം ചെയ്തു തരിക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം അതിന് ശേഷം ഈ വിസ കിട്ടിയതിന് ശേഷം നമ്മൾ പോരുമ്പോൾ അവർ സുപ്രഭാതം മാനേജ്മെന്റിന് പ്രത്യേകം നന്ദി അറിയിച്ചു. കാരണം നമ്മളൊരു ഇത്ര എഫോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഒരാളെ അവരുടെ രാജ്യത്തേക്ക് വിടുകയാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുഖേന ഇങ്ങോട്ട് എത്തുമ്പോൾ അതിന്റെ ഒരു സന്തോഷം അവർക്ക്. ശരിക്കും അമേരിക്ക നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുന്നതിന്റെ ഒരു കാരണം തന്നെ ഇതാണല്ലേ. കാരണം അവരുടെ രാജ്യത്തെ ബൂസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പണിയും ഇതോടൊപ്പം എടുത്തുകൊണ്ടിരിക്കുക അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഞാൻ വിസക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ A to Z അവർ പരിശോധിക്കും. അവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കും, കേസ് ഉണ്ടോ നോക്കും, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് ആ ഏരിയ നോക്കും. എങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു കറ ഇല്ലാത്ത ആളാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് വിസ തരുള്ളൂ. അപ്പൊ ആ പ്രൊസീജിയറൊക്കെ നമ്മൾ കടന്ന് വന്നിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഹാറൂന് പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുന്ന സംഭാവനകൾ, സമ്മാനങ്ങൾ അതൊക്കെ എന്താണ്? തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുന്നത്. നമ്മളിപ്പോ അമേരിക്കയിൽ പല വേദികളിലായിട്ടാണ്, കുറച്ച് ദൂരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുക പിന്നെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കൂടുതൽ ആരാധകരുള്ള അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ അർജന്റീന വീണ്ടും കപ്പടിക്കുക, അല്ലെങ്കിൽ ബ്രസീൽ വരുമോ, ജർമ്മനി വരുമോ. എത്ര 48 കളിയല്ലേ വരുന്നത്? 48 ടീം, 104 കളി. അപ്പൊ അതിൽ എത്ര എണ്ണം ഹാറൂൺ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ നമ്മള് തയ്യാറാക്കിയ ഷെഡ്യൂൾ പ്രകാരം അമേരിക്കയിൽ നടക്കുന്ന ഒരു ഒട്ടുമിക്ക മാച്ചുകളും കവർ ചെയ്യേണ്ട രീതിയിൽ കാനഡയിൽ 2 വേദിയുണ്ട്, മെക്സിക്കോയിൽ 3 വേദിയുണ്ട്. ഇത്രയോ ഒരു സ്ഥലത്താണ് മത്സരം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അമേരിക്കയോട് അതിർത്തി പങ്കിടുന്ന പിന്നെ മെക്സിക്കോ സിറ്റി, പിന്നെ അവിടെ 1-2 ടൗൺ ഉണ്ട്, ആ ഏരിയയിൽ വരുന്ന മത്സരങ്ങൾ, പിന്നെ കാനഡയിൽ വരുന്ന മത്സരങ്ങൾ, എനിക്ക് തോന്നുന്നൊരു 50 പാതി മത്സരങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ നിലവിലെ പ്ലാൻ പ്രകാരം. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് ധാരണ. അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? സിറ്റികൾ, ട്രാഫിക്, ബസ്, ഭക്ഷണം, താമസം, അതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. മലയാളി കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട്.
അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇന്ന ഹൂസ്റ്റണിൽ നിന്ന് അറ്റ്ലാന്റിലേക്ക് എങ്ങനെ പോകണം, മിയാമിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് എങ്ങനെ, അവരൊക്കെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും, ഇന്ന സമയത്ത് വരുന്നുണ്ട്. അവരും അവിടെ എല്ലാ മലയാളികളും ആവേശം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സുപ്രഭാതത്തിന് പ്രതിനിധി അങ്ങോട്ട് പോകുന്നുണ്ട് പറഞ്ഞാൽ തന്നെ അവിടെ എല്ലാ മലയാളികളൊക്കെ ഭയങ്കര ആവേശത്തില് നമുക്ക് വേണ്ടി ഫിഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ, ഞാൻ ന്യൂയോർക്കിൽ വന്നാൽ ഇന്നാൾ സ്വീകരിക്കണം, ഇന്നാൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം, അവിടുന്ന് ആ ലെവൽ അവര് ഒരുങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൂസ്റ്റണിൽ വന്നാൽ ഇന്നാൾ ഹോസ്റ്റ് ചെയ്യണം, ഇന്നടത്ത് കൊണ്ടുപോകണം, ഫിലാഡൽഫിയയിൽ വന്നാൽ ഇന്നാൾ ഹോസ്റ്റ് ചെയ്യണം, ലോസ് ആഞ്ചലസിൽ വന്നാൽ ഇന്നാൾ ഹോസ്റ്റ് ചെയ്യണം, ഇന്നാൾ യാത്രാ സൗകര്യം ചെയ്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് വേണ്ട എല്ലാ ഗൈഡൻസും അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയാൽ എന്താ ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. താമസത്തിന്റെ സൗകര്യങ്ങളൊക്കെ അവർ ഏകദേശം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇപ്പൊ നമ്മളെ മലയാളികളിൽ ഇപ്പൊ ഇതിന്റെ ആവേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളാവൂർ പുഴ എന്റെ നാട്ടിലായിരുന്നു. മെസ്സിയും റൊണാൾഡോ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു, നെയ്മറും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പുഴ ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തവണ പാലക്കാട് അടിച്ചെടുത്തോന്ന് ഒരു സംശയമുണ്ട്. അതെ 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 തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം കോങ്ങാട് പുള്ളാവൂർ പുഴയില് മെസ്സിന്റെ കട്ടൗട്ട് വെച്ചപ്പോൾ എല്ലാവരും കട്ടൗട്ടിന്റെ വലുപ്പത്തെ കുറിച്ചായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. ഈ വർഷം പാലക്കാട് മുണ്ടൂര് ഏറ്റവും നീളം കൂടിയ ഫ്ലെക്സ് അടിച്ച്, അപ്പോൾ അർജന്റീന അടിച്ചതിന്റെ 1 മീറ്റർ കൂടെ വലുതാക്കി അടിച്ചു ബ്രസീല്. അങ്ങനെ ഫ്ലെക്സിന്റെ നീളം കൂട്ടിയിട്ടുള്ള മത്സരം അപ്പൊ നടക്കുന്നത്. കട്ടൗട്ടിൽ നിന്ന് മാറി ഫ്ലെക്സിലേക്ക് ഒരു യാത്രക്കാരൻ ഇങ്ങനെ പോവാണെങ്കിൽ അയാൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ദൂരത്തിൽ ഈ സംഭവം ഉണ്ടാവും അല്ലേ? അപ്പം ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എന്താണ്? പൊതുവെ നമ്മള് ഹാറൂണിനെ മാറ്റി നിർത്താം. ഹാറൂൺ നല്ലൊരു ഫുട്ബോളറാണ്. നമ്മുടെയൊക്കെ സുപ്രഭാതത്തിന്റെ ഒക്കെ ആ ഒരു ടൂർണമെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഗോൾ സ്കോർ ചെയ്യുന്ന ആളാണ്. ഒരു സ്പോർട്സ്മാന് വേണ്ട മെയ്വായൊക്കെ ഉള്ള ആളാണ്. ഹാറൂണിന്റെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു ബ്രസീൽ ഫാൻ ആണ്. അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്. നമ്മൾ കുറെ 10 വർഷത്തിന് മേലെ സ്പോർട്സ് ചെയ്യുന്നു, എഴുതുന്നു, കളി കാണുന്നു, നിങ്ങൾ ഏത് ഫാനാണ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ശരിക്ക് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ടീമില്ല. നമ്മളെല്ലാ കളിയും ആസ്വദിക്കും, എന്നാലും നമുക്കൊരു ടീം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ഫേവറേറ്റ് ടീമില്ല. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ നമുക്ക് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു 3-4 പ്ലേയേഴ്സ്. ഞാൻ ചോദിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് ആകുന്ന ചിലപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ജേർണലിസ്റ്റ് ആകുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയം പറ്റില്ല എന്നൊക്കെ പബ്ലിക്കിന് മുമ്പിൽ ബോധിപ്പിക്കാനൊക്കെ ചില ആളുകൾ നിൽക്കും. എന്നതുപോലെ ഒരു സ്പോർട്സ് റിപ്പോർട്ടർക്ക് ഒരു സ്വന്തം ടീം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു സൈഡിലാണ്. അങ്ങനെ അല്ലാത്തല്ല. കാരണം ഞാനൊരു കളിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്കിപ്പോ ബ്രസീലും അർജന്റീനയും കളിക്കുമ്പോൾ അർജന്റീന ജയിക്കും നമുക്ക് പറയാൻ കഴിയൂല. ഇനി ബ്രസീലും വേറൊരു ടീം, കഴിഞ്ഞ വർഷം സെമി ഫൈനലിൽ ബ്രസീലിനെ പുറത്തിട്ടത് ചെറിയ ബ്രസീലിനേക്കാൾ റാങ്കിങ്ങിൽ താഴെ ടീമാണ്. നമുക്ക് അങ്ങനെ ഒരു ടീമിനെ വെച്ച് ജഡ്ജ് ചെയ്യാൻ കഴിയൂല. സൗദിയോട് അർജന്റീന തോറ്റാണല്ലോ. അപ്പൊ നമുക്ക് ഫുട്ബോളിന് അങ്ങനെ റാങ്കിങ്ങിൽ, ഫുട്ബോളിൽ നിന്നല്ല ഏനി സ്പോർട്സിന് നമുക്ക് റാങ്കിങ്ങോ അല്ലെങ്കിൽ മറ്റേ ഹൈ ലോ എന്ന് പറഞ്ഞ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊരു ടീമിന്റെ ഫേവർ, നമ്മൾ മത്സരം ആസ്വദിക്കും, എല്ലാ കളിയും നമ്മൾ കാണും. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും ഇതിന്റെ ആവേശം ചോരാതെ നമ്മൾ നിങ്ങളുടെ വാർത്തയൊക്കെ അമേരിക്കയിൽ നിന്നും മെക്സിക്കോ നിന്നും കാനഡയിൽ നിന്നൊക്കെയുള്ള ഫുട്ബോൾ ലോകകപ്പിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കൂടെ സ്റ്റേ ട്യൂൺഡ്, ശ്രദ്ധ തെറ്റാതെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സുപ്രഭാതം പത്രത്തിലും വിശകലനങ്ങൾ ഉണ്ടാവും, വിഷ്വലും നമുക്ക് എന്താവും. വേൾഡ് കപ്പിന്റെ വാർത്തകൾ, അതിന്റെ ആവേശം ചോരാതെ. സ്റ്റേഡിയം മാത്രമല്ല ഇതിന്റെ പ്രത്യേകത മീൻസ് നമ്മൾ ടി വിയിൽ കളി കാണുമ്പോൾ നമുക്ക് 90 മിനിറ്റ് 90 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 95 മിനിറ്റ് നമുക്ക് ടി വിയിൽ കാണാൻ കഴിയുള്ളൂ. അത് എന്താണോ ഗ്രൗണ്ടിൽ നടക്കുന്ന ഇൻസിഡൻസ് മാത്രം, അതിന്റെ പുറത്തേക്ക് നമുക്കില്ല. നമ്മളുടെ ചാനലിലെ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് മത്സരത്തിന് ശേഷം എന്ത് നടന്നു, അല്ലെങ്കിൽ മത്സരത്തിന് മുമ്പ് പ്രാക്ടീസിന് എന്ത് നടന്നു, അത്തരം കാര്യങ്ങളാണ് നമ്മൾ കാഴ്ച. അതാണ് ആളുകൾക്ക് അറിയേണ്ടത്. അത് നമ്മുടെ ഓൺലൈൻ സുപ്രഭാതം ഓൺലൈനിൽ വിഷ്വൽ സഹിതം അത് നമുക്ക് ഹാറൂൺ കാണിച്ചു തരും. അപ്പോൾ ഹാറൂൺ സജീവമായിട്ട് ഈ ലോകകപ്പ് കാലത്തിൽ സുപ്രഭാതം ഓൺലൈനോടൊപ്പം ഉണ്ടാകും. ഒപ്പം അതിന്റെ സമഗ്രമായിട്ടുള്ള അറിവുകൾ പങ്കുവെക്കുന്ന ലേഖനങ്ങളും പരമ്പരകളും ഒക്കെ ഹാറൂൺ സുപ്രഭാതം പത്രത്തിലൂടെ നമുക്ക് എടുത്തു. നമ്മുടെ മാനേജ്മെന്റ് സുപ്രഭാതം അവരോട് വലിയൊരു അവസരം തുറന്നു തന്നിരിക്കുകയാണ്. അല്ലെ, നമ്മുടെ ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രം അങ്ങ് അമേരിക്കയിലെ എംബസി അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഇവന്റിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവര് ഞാൻ പറഞ്ഞേ വിസ കിട്ടിയതിന് ശേഷം അവർ സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഈ സുപ്രഭാതം മാനേജ്മെന്റിനോട് താങ്ക്സ് പറയണമെന്ന്. കാരണം വെച്ചാൽ ഇവര് എഫേർട്ട് എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു എന്നുള്ള വലിയ കാര്യമാണ്, അത് ചെറുതല്ല. അപ്പൊ അവർ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ വിസയുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിൽ വിളിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞൊരു കാര്യം, സുപ്രഭാതം അത് നമ്മളൊന്നും വായിക്കലുണ്ട് പറഞ്ഞു. കാരണം അമേരിക്കൻ കോൺസുലേറ്റിന്റെ മീഡിയ വിങ് എല്ലാം അവര് റിസർച്ച് ചെയ്ത് അപ്പൊ അവര് നമുക്ക് സുപ്രഭാതം ഫെമിലിയർ ആണ്, നമ്മൾ കാണലുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർ സംസാരിച്ചു. അപ്പൊ ഇതിന് പ്രത്യേകം നമ്മൾ നന്ദി പറയേണ്ടത് മാനേജ്മെന്റിനോട്. മാനേജ്മെന്റ് തീരുമാനം വളരെ കാരണം ഈ ഒരു സമയത്ത് ഇത്രയും സ്റ്റേണായിട്ട് തീരുമാനം എടുക്കാത്ത ദൂരത്തെ ഒരാളെ വിടുക, പ്രതിനിധിനെ വിടുക,
നമ്മളിലൂടെ സുപ്രഭാതത്തിലെ ആളുകൾ, വായനക്കാര് മാത്രമല്ല, സുപ്രഭാതത്തിന്റെ അഭ്യുദയകാംക്ഷികൾ, വായനക്കാര്, നമ്മളുടെ കമ്മ്യൂണിറ്റി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എക്സൈറ്റഡ് ആണ്. കാരണം ഒരു ഇന്റർനാഷണൽ വേദി, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ഒരിടത്തേക്ക് ഇനി റിപ്പോർട്ടർ വിടാനില്ല. എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയാം. നമ്മള് കേരളത്തില് ഒരുപാട് മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ഉണ്ട്. പല മാധ്യമങ്ങൾക്കും കിട്ടുന്നത് പല വെബ്സൈറ്റുകളിൽ നിന്നായിരിക്കാം, പല അവര് മറ്റു പല സോഴ്സുകളിൽ നിന്നായിരിക്കാം അവർക്ക് ഇത് കിട്ടും. പക്ഷെ സുപ്രഭാതത്തിന്റെ കാഴ്ചകളും സുപ്രഭാതത്തിന്റെ വാർത്തകളും ഒക്കെ ഏതാ ഈ രണ്ട് കണ്ണുകൊണ്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി ഹറൂൺ, അടിച്ചു പൊളിക്കുക, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, മാക്സിമം സുപ്രഭാതത്തിൽ നമ്മുടെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്കും വായനക്കാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം ഹാറൂണിന് നമ്മൾ എല്ലാവിധ ആശംസ നൽകണം. അപ്പോൾ നമുക്കിനി സ്ക്രീനിൽ ഓൺലൈനിൽ കാണാം.